Welcome to Onnonna Ruchi, co-powered by Sundips and 916 Coco brand coconut oil, dairy partner Payshi and our education partner Moonar Catering College. നമസ്കാരം കൂട്ടുകാരെ, ഒന്നൊന്ന രുചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ഗസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്യാമാംബരം സീരിയലിലെ വില്ലത്തിയായ ശില്പ ശിവദാസ് ആണ്. സ്വാഗതം ചെയ്യാം ശില്പ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ശ്യാമാംബരം സീരിയലൊക്കെ ഗംഭീരമായിട്ട് പോകുന്നുണ്ട്. അതിനകത്ത് വില്ലത്ത് ഇത്രയും വില്ലത്തിലൊക്കെ കാണിക്കുന്ന ആള് ശരിക്കും വില്ലത്തിയാണോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇന്ന് വിളിച്ചത്. പക്ഷെ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ഷോയ്ക്കകത്ത് അറിയാലോ, പ്രേക്ഷകർക്ക് ഒരു ഡിഷ് ഉണ്ടാക്കി തരണം, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയണം. എന്താണ് ആ ഡിഷ്? നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു ചെമ്പരത്തി കറിയാണ്. ചെമ്പരത്തി കറി? ഞാൻ ഇവിടേക്ക് വരുമ്പോ ഒരു 2 വരി പാട്ടൊക്കെ പാടി തുടങ്ങാന്ന് വിചാരിച്ചതാ. സത്യത്തിൽ മറന്നു കണ്ടുമ്പോ. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ പ്രശ്നം. ചെമ്പരത്തി കറി എന്ന് കേട്ടപ്പോൾ എനിക്ക് ആദ്യം എൻ്റെ എല്ലാ നമ്മളിവിടെ ഈ ഒരു വേദിയിൽ കുറേ ഡിഷുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരിക്കലും ഒരു ഫ്ലവർ, നമ്മുടെ ഒരു നാടൻ, അതും ചെമ്പരത്തിപ്പൂ എന്നൊക്കെ പറഞ്ഞാൽ മലയാളികൾക്ക് എന്താണെന്ന് അറിയാലോ, ചെമ്പരത്തിപ്പൂവിന്റെ കറി. ഇത് ശരിക്കും പഴയ ഡിഷ് വല്ലതാണോ? പഴയ ഡിഷാണ്, പിന്നെ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്. ഇത് ആക്ച്വലി പണ്ട് നമ്മള് അമ്മമ്മ ഉണ്ടാക്കിയത്, എൻ്റെ അമ്മന്റെ അമ്മ ഉണ്ടാക്കിയ കറിയാണ്. അപ്പൊ അതൊരു ഓക്കെ. എന്തായാലും അമ്മയുടെ അമ്മ ഉണ്ടാക്കി ചെറുപ്പത്തിലൊക്കെ ഉണ്ടാക്കി കൊടുത്ത ചെമ്പരത്തിപ്പൂവിന്റെ കറിയാണ് ഒന്നൊന്നു രുചിയിലെ പ്രേക്ഷകർക്കായിട്ട് ശില്പത ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യണ്ട, നേരെ ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം. ശരിക്കും റെസിപ്പി ആരുടെയാണ്? എന്റെ അമ്മയുടെ. ശരി, ഇതെന്താ, എങ്ങനെയാണ് എന്റെ പ്രോസസ്? എങ്ങനെയാ? ആദ്യം നമ്മള് മല്ലിയാണ് റോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു പിടി മല്ലി നമുക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയും മുളകും എല്ലാം കൂടെ വറുത്ത് ഇത് നമ്മള് ഒരുമിച്ച് ഫ്രൈ ചെയ്യില്ല, ഓരോന്നായിട്ട് തന്നെ ചെയ്യണം. അപ്പൊ ഇത് ശില്പയെ കൂടുതൽ എല്ലാവരും അറിയുന്നത് ശ്യാമാംബരം വഴിയാണ് അല്ലേ? അപ്പൊ ശ്യാമാംബരത്തിന്റെ വിശേഷങ്ങൾ പറയും. ശ്യാമാംബരത്തില് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു, ശ്യാമയെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു, ശ്യാമന്റെ ശബ്ദം എടുത്ത് പ്രശസ്തി നേടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത് ഈ ഒരു വില്ലത്തിയായിട്ട് വരുന്ന അപ്പൊ ആളുകളൊക്കെ ഇത് ഇത്രയും പോപ്പുലർ ആയ ഒരു സീരിയലാണ്. ഇതൊക്കെ കണ്ടിട്ട് ആളുകൾ എങ്ങനെയാണ് അവരുടെയൊക്കെ പ്രതികരണം കാണുന്നത്? ഇപ്പൊ പുറത്തു പോയി കഴിഞ്ഞാൽ എന്തിനാണ് ആ കൊച്ചിന്റെ ശബ്ദം എടുത്ത് ആ കൊച്ചിന് വെറുതെ വിട്ടൂടെ എന്ന് പറയും. അപ്പൊ പേഴ്സണലി സംസാരിച്ചു വരുമ്പോ പറയും, അയ്യോ വിസ്മയ ഭയങ്കര നമുക്കൊന്ന് വിസ്മയ ഭയങ്കര എന്താ പറയാ നെഗറ്റീവ് ക്യാരക്ടറാണ്. പക്ഷെ പേഴ്സണലി സംസാരിച്ച് വരുമ്പോ ശില്പ പറയുന്ന ഭയങ്കര പാവമാണ്, കൊച്ചിനെ കൊണ്ട് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നു. അപ്പൊ ഇത് ഏകദേശം ആയി. മുളക് ഇതില് നമ്മള് മുളക് പൊടി വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഈ മുളകാണ് നമ്മൾ കറി വയ്ക്കാൻ. എരിവൊക്കെ ഇതിലാണ്. നമ്മൾ ഫസ്റ്റ് ഇത് ഇടാത്ത എന്താന്ന് വെച്ചാൽ ഓൾറെഡി അത് ചൂടായി കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇത് അധികം ഫ്രൈ ആവാതിരിക്കാനാണ് നമ്മൾ രണ്ടാമത് ഇതെടുത്ത്. എങ്ങനെയാണ് ഈ ഒരു ആദ്യത്തെ അവസരം കിട്ടുന്നത്? ഇതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്തോ, നേരെ തേടി എത്തിയതാണോ? എങ്ങനെയാണിത്? ട്രൈ ചെയ്തിട്ടുണ്ട്. ട്രൈ ചെയ്യാനൊന്നും കിട്ടില്ലല്ലോ. വെറുതെ വീട്ടിൽ ഇരുന്നിട്ട് നമ്മൾ അഭിനയിക്കണമെന്ന് പറഞ്ഞിരുന്ന ആരും വരില്ല. ഒരുപാട് ഫോട്ടോഷൂട്ട്, മോഡലിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ വിഷു സംബന്ധിച്ച് നമ്മളൊരു വിഷു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ ഒരു ന്യൂസ് പേപ്പറിൽ വരികയായിരുന്നു. അങ്ങനെ ഒരു ചാനൽ കോണ്ടാക്ട് ചെയ്ത് അത് കണ്ടിട്ട് ആ ഒരു പത്രത്തിൽ അത് കണ്ടിട്ട് ഒരു ചാനൽ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്. ഇത് ഏകദേശം നമുക്ക് മാറ്റാം. അടുത്തത് നമുക്ക് കുറച്ച് ഉലുവയും വറക്കണം. ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് വറക്കണം അല്ലേ? ഇത് കുറച്ചാകുമ്പോൾ അതിൽ തന്നെ നമുക്ക് ചെറിയുള്ളി, കുഞ്ഞുള്ളി ഇട്ട് ഇതാക്കി കൊടുക്കാം. നിങ്ങൾ പാലക്കാടുകാരാണ്, പിന്നെ തൃശ്ശൂരിലേക്ക് മൈഗ്രേറ്റ് ആയിട്ട് അവിടെ. അപ്പൊ ഈ 2 ജില്ലയിലും ഭക്ഷണമായിട്ട് സാമ്യമുണ്ടോ അതോ വ്യത്യാസമുണ്ട്? വ്യത്യാസമുണ്ട്. ഏത് ജില്ലയിലാണ് ഏറ്റവും ഇഷ്ടം? എനിക്ക് പാലക്കാട് രീതിയിൽ വെക്കുന്നതാണ്. നമ്മൾ പാലക്കാട് രീതിയിൽ ഇത് നമുക്ക് മാറ്റാം. രസത്തിൽ നമ്മൾ പരിപ്പൊക്കെ ഇട്ടിട്ടാണ് വെക്കാറ്. പക്ഷെ ഇവിടെ തൃശ്ശൂരിൽ നമ്മൾ അങ്ങനെ പരിപ്പ് യൂസ് ചെയ്യാതെ രസം വെക്കാറുണ്ട്. നമ്മൾ ഇനി ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് റോസ്റ്റ് ആവണോ? ചെറിയ രീതിയിൽ റോസ്റ്റ് ചെയ്യണം. വെജിറ്റേറിയൻ ഭക്ഷണമൊക്കെ ഒരുപാട് വ്യത്യാസമായിട്ട് പാലക്കാടൊക്കെ കഴിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? അങ്ങനെ പലതരം പുളിക്കറികള്. പിന്നെ ഇപ്പൊ നമ്മളിത് കൂടുതൽ കർക്കിടക മാസത്തിലൊക്കെ ഇത് ട്രൈ ചെയ്യാറുണ്ട്. ഈ കർക്കിടക മാസം, രാമായണ മാസത്തിൽ നമ്മൾ പാലക്കാട് സൈഡ് 10 ഇല വെച്ച് ഔഷധ
സസ്യം വെച്ചിട്ട് നമ്മൾ 5 ദിവസം പലതരം കഞ്ഞികൾ വെക്കും. ജീരകക്കഞ്ഞി, ഉലുവക്കഞ്ഞി, തേങ്ങക്കഞ്ഞി. അപ്പൊ അതിന്റെ കൂടെ കൂട്ടാനായിട്ട് ഇങ്ങനെയുള്ള ഇലവർഗ്ഗങ്ങൾ അല്ലേ, ഭയങ്കര ഹെൽത്തി ആയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള. ഇതിലോട്ട് നമ്മൾ വെളുത്തുള്ളി അത് കുറച്ച് മതി. ഓക്കെ. പാചകം ശരിക്കും ഇഷ്ടമാണോ അതോ വല്ല ഒക്കേഷണൽ ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്? കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് അത്ര ഭയങ്കര ഇൻട്രസ്റ്റ് ഇല്ല. ഇപ്പൊ കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ സമയം ഉണ്ടാവില്ല. ഇപ്പൊ കല്യാണം കഴിഞ്ഞ ആകെ 4 months ആയിട്ടുള്ളൂ. അപ്പൊ ഹസ്ബൻഡിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ. ആള് കോഴിക്കോടാണ്. അത് വേറെ തരം ഫുഡി ആയിട്ടുള്ള സ്ഥലത്ത്. ആള് ഫുൾ നോണും നമ്മള് വെച്ചും. നോൺ കഴിക്കുകയാണെങ്കിൽ എല്ലാം കഴിക്കില്ല. അപ്പൊ അതിന്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ രണ്ടുപേരുടെ മതി അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഇത് അരച്ചെടുക്കണം. അപ്പൊ ശരിക്കും ഇത് മല്ലി, മുളക്, ഉലുവ, ഉള്ളി, വെളുത്തുള്ളി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തു. ഇതിനോടൊപ്പം തന്നെ കുറച്ച് പുളിയൂടെ ചേർത്തിട്ട് ക്രഷ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് അരയ്ക്കുന്നതിനോടൊപ്പം തന്നെ ആവശ്യമുള്ള ഉപ്പും ശർക്കരയും കൂടെ ചേർത്തിട്ടാണ് ഈ പേസ്റ്റ് ഉണ്ടാക്കുന്നത്. എന്നിട്ടാണ് കറി ഉണ്ടാക്കുക. അപ്പോൾ നമുക്കിത് അരച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ ആദ്യം പാൻ ചൂടാക്കുന്നു. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. യെസ്, മതിയാ? കുറച്ച് കടുകിട്ടു. ലേശം ഉലുവ ഇതിലുണ്ട്. നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്തതിനകത്തുണ്ട്, ഇതിനകത്തുണ്ട്. കുറച്ച് ആ ഒരു സ്മെല്ല് കിട്ടാൻ വളരെ കുറച്ച് ജീരകം നമ്മൾ ഇടുന്ന ആ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് മാത്രം. നമ്മളിനി മുളക് പൊട്ടിച്ചിടാം. ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഡിഷ് പാലക്കാട് ഇപ്പൊ വേറെ എങ്ങും പോയിട്ട് കണ്ടിട്ടില്ലാത്ത നിങ്ങളുടെ വീട്ടിലേക്ക് മാത്രം അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ മാത്രമായിട്ട് എന്തെങ്കിലും അങ്ങനെയൊക്കെയുള്ള ഡിഷ് ഉണ്ടോ? നമ്മള് കോവയ്ക്കും ഉണക്ക ചെമ്മീനും വെച്ച് തോരൻ ഉണ്ടാക്കും. ഓക്കെ, കോവയ്ക്കയും ഉണക്ക ചെമ്മീനും. കോവയ്ക്ക തോരനകത്ത് ഉണക്ക ചെമ്മീൻ ഉണ്ട് അല്ലേ? ഇതെല്ലാം അമ്മയുടെ റെസിപ്പികളാണോ? ആണോ? അമ്മ ഉണ്ടാക്കി തരുന്നതിൽ ഇപ്പോൾ ഏറ്റവും ഫേവറേറ്റ്, ഇപ്പോൾ നിങ്ങൾ കുറേ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസം സെറ്റിലേക്ക് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര കൊതി വരുമല്ലോ നാട്ടിലെ. അങ്ങനെ വരുമ്പോൾ ഏറ്റവും ആദ്യം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഇന്ന ഡിഷ് കഴിക്കണം അമ്മയുടെ, അങ്ങനെ അമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് ഏതാണ്? ഞാൻ പോയി കഴിഞ്ഞാൽ അമ്മയോട് ബിരിയാണി ഉണ്ടാക്കി തരാനാണ് പറയുക. എനിക്ക് ഭയങ്കര ബിരിയാണി നല്ല ഇഷ്ടമാണ്. അപ്പോൾ അമ്മയോട് ആദ്യം പറയുന്നത് ബിരിയാണി ഉണ്ടാക്കി തരാനേ പറയുള്ളൂ. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അതെ, അങ്ങനെ അരപ്പ് റോസ്റ്റ് ചെയ്ത ഉള്ളി, മല്ലി, മുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത് അരപ്പാണ്. അപ്പോൾ ഈ അരപ്പ് ഈ ഒരു താളിപ്പിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 2 3 4. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ. ആ ഒരു മല്ലിയുടെയൊക്കെ റോസ്റ്റ് ചെയ്തതിൻ്റെ അതിനകത്ത് ശർക്കരയുണ്ട്, പുള്ളിയുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഈ എണ്ണയ്ക്കകത്ത് വഴറ്റി വരുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ഓൾറെഡി ആ കറിയുടെ ഒരു സ്വാദ് നമുക്ക് ഇതിനകത്ത് തന്നെ ഫീൽ ചെയ്യും. ചെമ്പരത്തിപ്പൂ ഇതിനകത്ത് ജസ്റ്റ് ഒരു എക്സ്ട്രാ ഫ്ലേവർ കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ടേസ്റ്റ് എല്ലാം ഇതിനകത്ത് എത്തിക്കഴിഞ്ഞു. വെള്ളം ഒഴിക്കാം അല്ലേ? ഈ നിറം തന്നെയാണോ സാധാരണ വരുന്നത്? ഈ നിറം തന്നെ. പിന്നെ നിറത്തിന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് ആവശ്യമുണ്ടെങ്കിൽ ഓൾറെഡി അല്ലേ ആ മുളക് റോസ്റ്റ് ചെയ്തതിൻ്റെ ആ ഒരു എരിവ് ഉണ്ടാവും. നമുക്ക് ആവശ്യത്തിന് ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓക്കെ. ശ്യാമാമ്പരത്തിൻ്റെ ലൊക്കേഷൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നാൾ സ്പെൻഡ് ചെയ്ത് അവിടെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൽ ഏറ്റവും രസകരമായിട്ട് ഓർമ്മയുള്ള എന്തെങ്കിലും സംഭവം, അങ്ങനെ ആ ഒരു ഷൂട്ടിങ്ങിൻ്റെ ഇടയിലുള്ള രസകരമായിട്ട് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ശരിക്കും റിയലാണെങ്കിലും ഞാൻ നമ്മുടെ ശ്യാമയെ ഇങ്ങനെ അഭിനയിക്കേണ്ടി വരില്ല. എനിക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആണ് നമ്മുടെ ശ്യാമ. അപ്പൊ ക്യാമറയ്ക്ക് മുന്നിലാണെങ്കിലും ക്യാമറന്റെ പുറകിലാണെങ്കിലും സെയിം ആണ്. അതുകൊണ്ട് അപ്പൊ നമുക്ക് അത് മനഃപൂർവ്വം ചെയ്തതാണോ? മനഃപൂർവ്വം അല്ലേ, നമുക്കൊരു മനസ്സുണ്ട്. ശരിക്കും ലൈഫിലൊരു വില്ലത്തെയാണോ നീ? അല്ല, ഇത് ഏകദേശം കറി കഴിഞ്ഞു അല്ലേ?
അമേസിങ്. കാരണം ഇതൊരു പിക്കിൾ, നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ വേറൊരു വേർഷനാണ്. ഇതൊരു പുളിങ്കറി പോലെ. നിങ്ങൾക്ക് ചെമ്പരത്തിപ്പൂ കിട്ടിയില്ലെങ്കിൽ സാധാരണ ഉള്ള ഏതെങ്കിലും ഈവൻ പച്ചക്കറി ഇട്ടാലും, ഒരു മുരിങ്ങയ്ക്ക് ഇട്ടാലോ മുരിങ്ങയില ഇട്ടാലോ ഈവൻ മത്തങ്ങയൊക്കെ ഇട്ടാലും ഈ ഒരു അടിപൊളി ഒരു കറിയായിട്ട് തന്നെ മാറും. കാരണം ഇതിൻ്റെ ടേസ്റ്റ് മൊത്തം ഈ ഒരു മസാലയിലാണ്. ആ റോസ്റ്റ് ചെയ്ത് ആദ്യം ഇൻഡിവിജ്വലായിട്ട് മുളക്, മല്ലി, ഉലുവ എന്നിവ സെപ്പറേറ്റ് ആയിട്ട് റോസ്റ്റ് ചെയ്തു. അതിനുശേഷം ചെറിയ ഉള്ളി റോസ്റ്റ് ചെയ്തു. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്തു. ഇതെല്ലാം കൂടെ മാറ്റിയതിന് ശേഷം അത് ക്രഷ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ശർക്കരയും വാളം പുളിയും ചേർത്ത് ഒരിത്തിരി വെള്ളം ഒഴിച്ച് നല്ല കുഴമ്പ് പരുവത്തിൽ, ഈ ഒരു പരുവത്തിലാണ് ഈ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മസാല കാണുമ്പോൾ തന്നെ നമുക്കറിയുന്ന ഒരു പ്രത്യേക സ്വാദാണ്. നമ്മൾ ഇതുവരെ സാധാരണ ഉണ്ടാക്കാത്ത കുറേ ചേരുവകൾ വ്യത്യസ്തമായ ഫ്ലേവറിൽ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രുചിയായിരിക്കും ഈ കറിക്ക്. അതിനകത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. ഇനി ഫൈനൽ നമ്മുടെ ചെമ്പരത്തിപ്പൂ എന്ന് പറയുമ്പോൾ, ചെമ്പരത്തി എന്ന് പറയുന്നത് നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു സ്വന്തം ഒരു ഐഡൻറ്റിറ്റിയാണ്. നമ്മുടെ ഏത് വീട്ടിലും ഒരു ചെമ്പരത്തിപ്പൂ, നന്ദ്യാർ വട്ടവല അങ്ങനെയൊക്കെയുള്ള പൂ, ഇപ്പോൾ ഒരുപാട് മോഡേൺ പൂക്കളൊക്കെ ഉണ്ടെങ്കിലും ഒരു ചെമ്പരത്തി മലയാളിക്ക് കണ്ടാൽ നമുക്കൊരു ഭയങ്കര ഒരു ഐശ്വര്യം ഇല്ലേ? അപ്പോൾ അതിനെ കറിയാക്കിയാണ്. അപ്പോൾ ചിലർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, ഈ പൂ വെച്ച് എങ്ങനെ കഴിക്കും എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഇതൊക്കെ പഴയ കാലത്ത് പലതരം പൂക്കളും ഇലകളും ധാന്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ മത്സ്യം മാംസമൊക്കെ എത്തിയത് അല്ലേ? ഇട്ടുകൊടുക്കാം. ഈ കാണുമ്പോൾ ഒരുപാട് പൂവുണ്ടെങ്കിലും ചൂട് തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനകത്ത് ലേശം ഇത്രേ ഉണ്ടാവുള്ളൂ അല്ലേ? അങ്ങനെ ഒരു സംഭവം അറിയാൻ പറ്റില്ല. ചെമ്പരത്തി പൂ അറിയാത്ത ഒരാൾക്ക് കറി കൊടുത്തത് ചെമ്പരത്തി പൂവാണ് എന്നൊന്നും മനസ്സിലാവില്ല. നമ്മൾ അതേപോലെ പടവലങ്ങി കൊണ്ട് പായസം, നമ്മൾ ആ പായസം ഉണ്ടാക്കുമ്പോൾ ആ ഒരു സംഭവം അറിയില്ല. ഇല ഇട്ടു, അത് ആ ചൂട് തട്ടിയപ്പോൾ തന്നെ വിൽട്ടായി വാടി. അതിന് ഒരുപാട് കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ അത് നന്നായിട്ട് അതിൻ്റെ ഏതള്, ചെമ്പരത്തിയുടെ പൂവിൻ്റെ ഏതള് മാത്രമാണ് ഇളക്കിയെടുക്കുക. എന്നിട്ട് അത് ജസ്റ്റ് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയിട്ടാണ് ഈ കറിയിലേക്ക് ഇട്ടത്. കഴിഞ്ഞു അല്ലേ? സോ വളരെ സിമ്പിൾ, ഓതൻറ്റിക് ആയിട്ടൊരു വ്യത്യസ്തമായ റെസിപ്പി. നമ്മുടെ ഈ വേദിയിൽ ഒരു എത്രയോ എപ്പിസോഡിൽ നമ്മൾ പലതരം ഡിഷൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഒരു വെറൈറ്റി ഡിഷ് ആദ്യമായിട്ടാണ് ഒരു വെജിറ്റേറിയൻ ഭക്ഷണത്തിൽ. അത് ഫ്യൂഷനല്ല, ഓത്തൻറ്റിക്കായിട്ട് പാലക്കാട് ഗ്രാമങ്ങളിലൊക്കെ പണ്ട് കാലത്തെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു അമേസിങ് ഡിഷാണ് ഈ ചെമ്പരത്തിപ്പൂ പുളിങ്കറി. അങ്ങനെ ചെമ്പരത്തിക്കറി ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകണം. ഞാനിത് പറഞ്ഞു കേട്ടെങ്കിലും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ആദ്യമായിട്ട് കഴിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഈ കറി കഴിച്ചിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ടേ ഉള്ളായിരുന്നു, ആദ്യമായിട്ട് കഴിക്കുകയാണ്. നന്നായിട്ടില്ലെങ്കിലും നന്നായി പറഞ്ഞാൽ അതെന്തായാലും പറയും. പക്ഷെ മോശമാണെങ്കിൽ ഒരു പ്രത്യേക, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലേവർ നമുക്ക് ഒരുമിച്ച് കിട്ടുന്ന ഒരു കറിയാണ്. ഇതിനകത്ത് ആ ചെമ്പരത്തി പൂവിൻ്റെയും കൂടെ സ്വാദിനകത്ത് പെത്തി നമുക്ക് ആ കറിയുടെ ആ ഒരു അതിനകത്ത് ആ ഒരു സ്വീറ്റ്നെസ് ഉണ്ട്, ശർക്കരയുടെ പുളിയുണ്ട്, മുളകിൻ്റെ എരിവുണ്ട്. അപ്പോൾ അതേപോലെ മല്ലിയുടെയും മറ്റ് വെളുത്തുള്ളിയുടെയും ചെറിയ ഉള്ളിയുടെയും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പ്രത്യേകതരം സ്വാദുള്ളൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സിമ്പിൾ കറി, ചെമ്പരത്തി ഇപ്പോൾ നമ്മുടെ ലോക്കലി അവൈലബിൾ ആയിട്ട് എല്ലാ വീടുകളും ഉണ്ടാവും. ഇപ്പോൾ ഫ്ലാറ്റിലൊന്നും ഇല്ലെങ്കിൽ നാട്ടിലൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലും ചെമ്പരത്തി ഉണ്ടാവും, ഒരു 5 ചെമ്പരത്തി പറിച്ചുകൊണ്ട് വന്ന് ഈ കറി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. ഒരിക്കൽ കൂടി താങ്ക് യു ശില്പ, ഇങ്ങനെ ഒരു വ്യത്യസ്തമായ ഡിഷ് കൊണ്ടുവന്നില്ല. അപ്പോൾ നമ്മൾ വെറും കൈയോടെ വിടുന്നില്ല, ഒരു ഗിഫ്റ്റ് ഉണ്ട്. ആദ്യം തന്നെ പഴശ്ശിയുടെ ഒരു ഗിഫ്റ്റ്, 916 കോക്കോ ബ്രാൻഡിൻ്റെ ഒരു ഗിഫ്റ്റ്, സൺഡിപ്സിൻ്റെ ഒരു ഗിഫ്റ്റ്. താങ്ക് യു. പ്രേക്ഷകരോട് 2 വാക്ക് പറയും. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഡിഷ് ഉണ്ടാക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ശ്യാമാമ്പരം എല്ലാവരും കാണണം. ഞാൻ പാവാട്ടോ, വഴക്ക് പറയും. ഒന്നത്തെ രുചി കാണണമെന്ന് പറയും. അതെ, അത് മാത്രല്ല, ഒന്നൊന്ന് രുചി കാണും വേണം, വീണ്ടും എന്നെ വിളിക്കണം. പുതിയ ഡിഷ് അറിയണല്ലോ. നമ്മളെ കോവയ്ക്ക ചെമ്മീൻ കറി ഉണ്ട്, പിന്നെ അടുത്ത സീസണിൽ നമ്മൾ ചിലപ്പോൾ ഇവരെ കൊണ്ടുവന്ന് അതേ അമ്മയുടെ കുറേ ട്രഡീഷണൽ ആയിട്ടുള്ള കോവയ്ക്ക, ഉണക്ക ചെമ്മീൻ തോരൻ, ഇതൊക്കെ നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള കുറേ സാധനം സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെ 1 by 1 ആയിട്ട് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ വീണ്ടും ഓൾ ദ ബെസ്റ്റ് ശില്പ. ഒരുപാട് പുതിയ വേഷങ്ങളും നല്ല ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. നമസ്കാരം. സാധാരണ ഞാനാണ് ഇവിടെ ഈ ഒരു സെഷനിൽ പാചകിക്കാറ്. പക്ഷേ ഇന്ന് ഒരു സ്പെഷ്യൽ ഒരാളാണ് നിങ്ങൾക്കായിട്ട് ഈ ഒരു ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ പ്രത്യേകതകളൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അത് നമുക്ക് നേരിട്ട് പറയാം. നമുക്കെല്ലാവർക്കും പ്രചോദനമായ ഒരാളാണ് ആശാലത. നമുക്ക് പോയി വിളിക്കാം, എന്നിട്ട് ആ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് നേരിട്ട് ചോദിക്കാം. നമസ്കാരം. നമസ്കാരം. വരൂ 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 വരൂ. അപ്പോൾ പറയൂ, ടീച്ചർ തന്നെ പറയൂ, എങ്ങനെയാണ് ഈ പാചകത്തിലേക്കൊക്കെ വന്നതും ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ വന്ന കഥകളൊക്കെ ഒന്ന് നമ്മുടെ പ്രേക്ഷകരോട് പറയും.
അത് പറയാൻ അങ്ങനെ ഒരുപാട് ഉണ്ടോന്ന് ചോദിച്ചാൽ ഒരുപാടൊന്നും ഇല്ല. ഉള്ളത് പറഞ്ഞാൽ മതി. ഞാൻ 10-25 വർഷമായിട്ട് കുക്കിംഗ് ചെയ്യുന്നുണ്ട് വീട്ടില്. പക്ഷെ ഷെഫിന്റെ കൂടെയെല്ലാം നിൽക്കാനുള്ളൊരു അത്രക്കൊന്നുമില്ല. ഞാനൊരു സാധാരണ ഒരു വീട്ടമ്മ വീട്ടിൽ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്റെ കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമോ? പറഞ്ഞോളൂ, ടീച്ചർ തന്നെ പറഞ്ഞോളൂ. ഞാൻ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ഒരാളാണ്. കാസർഗോഡ് ജില്ലയിലെ രാവണേശ്വരാണ് എൻ്റെ സ്ഥലം. ഞാൻ വർക്ക് ചെയ്യുന്നതും രാവണേശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. പിന്നെ എൻ്റെ സബ്ജക്റ്റ് സോഷ്യോളജിയാണ്. പിന്നെ ഇപ്പോൾ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു ഒരു പൊതുരംഗത്തേക്ക് വന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. യൂട്യൂബ് അതുപോലെ ഇൻസ്റ്റഗ്രാം തുടങ്ങിയിട്ടുള്ള സോഷ്യൽ മീഡിയയിലൂടെയാണ് ഞാൻ കൂടുതലായിട്ടും വരാൻ തുടങ്ങിയിട്ടുള്ളത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു വർഷമെല്ലാം ആയും തോന്നുന്നു കുറച്ച് കൂടുതലായിട്ട് ആളുകളിലേക്ക് എത്താൻ തുടങ്ങി. എന്താണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് ഒരു ഞണ്ട് കറി, നമ്മളെ ഒരു കാസർഗോഡ് സ്റ്റൈലിലൊരു ഞണ്ട് കറിയാണ്. ശരി, ആദ്യം എന്താണ് ചെയ്യേണ്ടത് പറയൂ. ആദ്യം നമുക്ക് പാൻ ചൂടാക്കാം. എല്ലാരും ചോദിക്കാറുണ്ട് എങ്ങനെ സ്റ്റൗ കത്തും പറയുന്നത്. ഞാനിങ്ങനെ കൈ ഒന്ന് ഇവിടെ ഇങ്ങനെ വെച്ച് ഈ ലൈറ്റർ കൊണ്ട് ഇങ്ങനെ പിടിച്ച് കത്തിക്കും. അടുത്തത് എണ്ണ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് എത്ര കാലമായിട്ട് ചെറുപ്പം പോലെ കുക്കിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നോ അതോ? ഞാൻ കല്യാണത്തിന് ശേഷമാണ് കുക്കിംഗ് തുടങ്ങിയത്. ആണല്ലേ? അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് എടുത്തിട്ട്. അപ്പൊ എല്ലാരും ചോദിക്കുന്നത് നിനക്ക് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് തരാൻ പറ്റുമോ? ഞാനത് ചലഞ്ചായിട്ട് എടുത്ത് തീർച്ചയായിട്ടും എനിക്ക് എല്ലാ കാര്യവും ഒരു വീട്ടില് സാധാരണ വലിയ രീതിയിലുള്ള കുക്കിംഗ് അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളൊരു വീട്ടിലേക്ക് ആവശ്യമില്ല. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് സവാള ഇടാം. അടുത്ത പ്രോസസ് ഉള്ളി വാടി കഴിയണം. ഉള്ളി അങ്ങനെ ആവണ്ട, ഞാനെല്ലാം കൂടി ഒരുമിച്ചിടും. ഇഞ്ചി കുറച്ചിട്ടാ മതിയല്ലോ? ഈ കുറച്ച് മതി, ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ടു. ഇനി പച്ചമുളക് എരിവ് ഉണ്ടാവുമായിരിക്കും. അതെ. അപ്പൊ വീട്ടില് മസാലകൾ മസാലപ്പൊടികളെല്ലാം വേറെ ഷേപ്പിലുള്ള പാത്രം. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യും. ഇന്ന പാത്രത്തിൽ പിന്നെ എന്റെ സാമ്രാജ്യല്ലേ. അതെ, അവിടെ ഞാൻ ആരെയും കേറാൻ വിടൂല. കാരണം അവരുടെ അടുത്ത് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും അത് വല്ലാണ്ട് ഇതാണ്. എനിക്ക് ഇപ്പൊ ഏറ്റവും അസ്വാസ്ഥ്യം ഉണ്ടാക്കുന്നതാണ്. എടുത്ത സാധനം മാറ്റി വെച്ചു മാറും. പിന്നെ നമ്മൾ ഒത്തിരി തിരയേണ്ടി വരും. അതാണ്. എത്ര മക്കളാണുള്ളത്? 3 പേര് അല്ലേ? 3 ആൺകുട്ടികള്. ഉള്ളി ഒരു ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ആവണോ? അതൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അങ്ങനെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ വീട്ടിലെ ഞാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലാണെങ്കിൽ എനിക്ക് സമയം വെച്ചിട്ട് തന്നെ അറിയും. ഇല്ലെങ്കിൽ ഞാനിങ്ങനെ കയ്യിലെടുത്തൊന്ന് തൊടുമ്പോ നമുക്ക് അറിയാൻ പറ്റും. കുറച്ചറിയാം. സവാള നന്നായിട്ട് വാടി നമുക്കിനി തക്കാളിയാണ് മാറി വന്നു. ആണോ? ഈ തക്കാളി ഇത് 2 ഉണ്ട്. മുഴുവൻ ഇടണോ? കുറച്ച് മതി. 1 മതി. ഈ സ്കൂളിലെ വിശേഷം എങ്ങനെയാണ്? സ്കൂളിലൊക്കെ പോകുമ്പോ? ഞാൻ സർവീസ് കയറിയിട്ട് 25 വർഷമായി. 25 വർഷമായി അല്ലേ? ഏതാ സബ്ജക്ട്? സോഷ്യോളജി. അപ്പൊ സ്കൂളിൽ പഠിച്ചതും ഒക്കെ അവിടെ ആ സ്കൂളിൽ തന്നെയാണോ? പഠിച്ചതും എല്ലാം സാധാരണ സ്കൂളിലാണ്. അന്ന് ബ്ലൈൻഡ് സ്കൂളിൽ അച്ഛനും അമ്മയും അങ്ങനെ വിടാനേ തയ്യാറല്ല. പിന്നെ അതിന്റെ കൂടെ തന്നെയാണ് കല്യാണം, മക്കള്, ഡിഗ്രി, PG, സെറ്റ്. ഇത് എല്ലാവർക്കും ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഷോയിലേക്ക് ഇവിടെ എത്താനും പറ്റിയത്. എന്റെ കാഴ്ചയില്ലായ്മേനെ എനിക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അതെ. പക്ഷെ ഞാനൊരു ബ്ലൈൻഡ് ആയിട്ട് വേണമെങ്കിൽ ജീവിക്കാം. അതെ. പക്ഷെ എന്റെ മനസ്സിലേക്ക് ഞാൻ അതിനെ കൊണ്ടുവരുന്നില്ല. ഉള്ളിയും തക്കാളിയും നന്നായിട്ട് വാടിയിട്ടുണ്ട്. ആദ്യം വേണമെങ്കിൽ ഒന്ന് മസാല ഇടാം. മഞ്ഞൾ ഇടാം കുറച്ച്. അത് കഴിഞ്ഞ് മുളക് പൊടിയാണോ? മുളക് പൊടി കാശ്മീരി ചില്ലിയും മറ്റേ രണ്ടും സമാസമം. ഇനി അടുത്തത് മസാല മുളക് പൊടിയില്ലേ, ഇനി ഞണ്ടിടാം. ആവശ്യമുള്ള ഉപ്പ് ഇട്ടേക്കാം. പിന്നെ കുറച്ച് പുളി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാറുണ്ടോ? ദോശ? വീട്ടിലെല്ലാം ഞാൻ കുക്കിംഗ്. പിന്നെ ചിലപ്പോ ഈ നേരിയ ദോശ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയതിൽ പരാജയപ്പെടുന്ന ഒരു കാര്യം അതാണ്. നമ്മളെ റോസ്റ്റ് ഉണ്ടല്ലോ, അതെനിക്ക് ഉണ്ടാക്കിയ ഷേപ്പ് ശരിയാവൂല. അപ്പൊ ഞണ്ടിന്റെ ഏകദേശം കുക്കായി ചാറൊക്കെ വറ്റി വരുന്നുണ്ട്. ഇനി നമ്മൾ അവസാനം തേങ്ങയും വെളുത്തുള്ളി എങ്ങനെയാ ചേർക്കുക? ഇത് മല്ലിപ്പൊടി ചേർക്കണം. എന്തോരം ഇടണം? ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. നല്ല വറുത്ത് മൂത്ത ആണ്.
അപ്പൊ ഈ ഒരു പാചകത്തിലൂടെ വന്നതിന് ശേഷമാണ് ആളുകൾ കൂടുതൽ അറിയാൻ തുടങ്ങിയത് അല്ലേ? അല്ല, ഞാന് ആദ്യം ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് കുറെ വീഡിയോ ചെയ്തു, കുറെ ഇന്റർവ്യൂ, ബുക്ക് റിവ്യൂ, അതൊന്നും നോക്കില്ല, അതിനൊന്നും ആരുമില്ല. അപ്പൊ അങ്ങനെയൊക്കെ എല്ലാവർക്കും ഇതുപോലെ ടീച്ചർ ആവാനോ അല്ലെങ്കിൽ ഒരു പദവിയിൽ എത്തുകയോ ഫാമിലിയൊക്കെ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ആൾക്കാർ, അതിന്റെ ഏറ്റക്കുറച്ചിലൊക്കെ ഉള്ളവരൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ ഇടയിലുണ്ട്. അപ്പൊ അവരെയൊക്കെ ഇൻസ്പയർ ചെയ്യാനും അപ്പൊ അവരെയൊക്കെ ഇനി വീണ്ടും നിങ്ങളെ പോലുള്ള ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമ്മളെ എപ്പോഴും മനസ്സിലാക്കേണ്ട, ഒരിക്കലും നമ്മളെ വീട്ടുകാർ ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യില്ല. ആദ്യം ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ പാരന്റ്സ് ആദ്യം അറിയേണ്ടത്, നമ്മള് അവരെല്ലാം സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാല് എല്ലാ കാര്യവും അവർക്ക് പല്ലുതേപ്പ് മുതൽ എല്ലാ കാര്യം ചെയ്തു കൊടുക്കാന്നല്ല, അവരെ ഓരോ കാര്യത്തിനും എങ്ങനെ പ്രാപ്തരാക്കുക, സ്വയം പര്യാപ്തമായിട്ട് മറ്റൊരാളുടെ ഡിപ്പെൻഡൻസി എത്ര കുറയ്ക്കാൻ പറ്റുന്ന രീതിയിൽ അവരെ ചെയ്യിപ്പിക്കാനുള്ള, അതാ പാരന്റ്സ് ചെയ്യേണ്ടത്. ചാറൊക്കെ വറ്റി ഏകദേശം നല്ല പേരുണ്ട്. ഇനി നമുക്ക് തേങ്ങയും വെളുത്തുള്ളിയും മിക്സ് ചെയ്യണം. കറിവേപ്പിലയും ഇതെല്ലാം കൂടെ ഒരുമിച്ച് തിരുമ്മിയിട്ടാലും മതിയോ? ചേർക്കട്ടെ. അപ്പോൾ ഒരുപാട് സന്തോഷം. ഒരു അടിപൊളി ഡിഷ് തന്നു. അതിലുപരി നമ്മൾ ഈ ഡിഷിനേക്കാളും ഉപരി ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വന്ന് ഒരുപാട് അതിഥികളൊക്കെ വന്ന് ഈ ഒരു വേദിയിൽ ഒത്തിരി കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു എപ്പിസോഡാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഭയങ്കര സന്തോഷം. നമുക്ക് ഒരിക്കൽ കൂടി ഒരുപാട് ഈ പറഞ്ഞ പോലെ ആഗ്രഹങ്ങൾ പോലെ എല്ലാ കാര്യങ്ങളും ഒരുപാട് സന്തോഷം. അങ്ങനെ ഞണ്ട് പെരട്ടിയത്, ഇത് എന്ത് പേര് വേണേലും ഇടാം, കുറേ പേരിടാൻ പറ്റിയ രീതിയിലാണ് നമുക്ക് അത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എൻ്റെ മസാല ഞാൻ ഞണ്ടല്ലാതെ തന്നെ കഴിച്ചോളാം. എൻ്റെ മസാല പെരട്ടിയ തേങ്ങ, ഉള്ളി. എങ്ങനെയുണ്ട്? അടിപൊളി. ഒരിക്കൽ കൂടി താങ്ക് യു. എന്തായാലും ഈ ഒരു ഷോയിൽ നമ്മുടെ പ്രോഗ്രാമിന് വന്ന് ഇങ്ങനെ ഒരു കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. വന്നതിൽ ഒരു സമ്മാനം തരാനാണ്. ആദ്യം തന്നെ പഴശ്ശിയുടെ ഒരു ഗിഫ്റ്റാണ്. ഇനി 916 കോക്കോ ബ്രാൻഡിൻ്റെ ഒരു ഗിഫ്റ്റാണ്. ഇതോടെ വെക്കാം. സൺ ടിപ്സിന്റെ ഒരു ഗിഫ്റ്റാണ്. ഇതോടെ അവിടെ വെക്കൂ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.